ഇന്ന് സിനിമാ പ്രവർത്തകർ ഒന്നടങ്കം പറയുന്നൊരു പരാതിയുണ്ട്. സിനിമയ്ക്ക് പറ്റിയ കഥയില്ല എന്ന്. ഒരു പരിധിവരെ അത് ശരിയാണ്. ഇവിടെ സാങ്കേതിക വിദഗ്ധർക്ക് ക്ഷാമമില്ല, സംവിധായകർക്ക് ക്ഷാമമില്ല, നടന്മാർക്കോ നടികൾക്കോ ഒട്ടും ക്ഷാമമില്ല. പക്ഷെ ഒന്നിനു മാത്രമേ ക്ഷാമമുള്ളൂ: സിനിമയ്ക്ക് പറ്റിയ കഥയില്ല. ഇത് മലയാള സിനിമയുടെ കഥയാണ്. എന്നാൽ ഹിന്ദി ചിത്രങ്ങൾക്ക് കഥയ്ക്ക് ക്ഷാമമില്ലെന്ന് അവർ പറയുന്നു. കാരണം ഏതാണ്ട് എല്ലാ കഥകളും ഒരുപോലെയാണ്. ഒരു നായകൻ, ഒരു നായിക, ഒരു വില്ലൻ, അവരെ കൂട്ടിയിണക്കാൻ ഒരു കെട്ടുകഥ. ഇതാ ഒരു ഹിന്ദി ചിത്രത്തിന്റെ ട്രെയിലർ. Mr. Sharmaji, Victor speaking. Mr. Sharmaji, നിങ്ങളുടെ മകൾ എൻ്റെ അടുക്കലുണ്ട്. ഞാൻ പറഞ്ഞ പ്രകാരം 10 ലക്ഷം രൂപയുമായി ബീച്ചിനടുത്തുള്ള പള്ളിയുടെ പുറകിൽ ഒരു തകർന്ന കെട്ടിടമുണ്ട്. ആ കെട്ടിടത്തിൻ്റെ പുറകിൽ ഒരു പഴയ കുളം കാണാം. നിങ്ങൾ പണവുമായി വരുമ്പോൾ ആ കുളത്തിൽ വീഴാതെ സൂക്ഷിക്കണം. ആ കുളത്തിൽ നേരെ നടന്നാൽ 10-ാം മൈൽ, അവിടെയാണ് ഞങ്ങളുടെ സങ്കേതം. ഞാൻ പറഞ്ഞ പ്രകാരം 10 ലക്ഷം രൂപയുമായി വന്നാൽ നിങ്ങളുടെ മകളെ ഞാൻ തിരിച്ചു തരാം. മറിച്ച് മൂന്നാമതൊരാൾ ഇതറിഞ്ഞാൽ മിസ്റ്റർ ശർമാജി, നിങ്ങളുടെ മകൾ പിന്നെ ജീവിച്ചിരിക്കില്ല. ശർമാജി, നിങ്ങളുടെ മകളുടെ ശബ്ദം കേട്ടോളൂ. ഞാനുണ്ട്. അതൊരു കഥയാണ്. 25 വർഷങ്ങൾക്ക് മുൻപ്, അന്ന് ഞങ്ങളുടെ അച്ഛൻ്റെയും അമ്മയുടെയും വിവാഹ വാർഷികം ആഘോഷിക്കുകയായിരുന്നു. ആ സന്തോഷവേളയിൽ ഞങ്ങൾ മക്കളുടെ കൺമുമ്പിൽ വെച്ച് കുറെ കൊള്ളക്കാർ വന്ന് അച്ഛനെയും അമ്മയെയും വെടിവെച്ച് കൊന്നു. ഞങ്ങൾ മക്കൾ 4 വഴിക്കായി പിരിഞ്ഞു. അന്ന് ഞങ്ങളുടെ വീടിൻ്റെ എല്ലാമായിരുന്നു ഒരു സോപ്പ് പെട്ടി. ആ സോപ്പ് പെട്ടിയുടെ ഒരു മൂടി മാത്രമേ എനിക്ക് കിട്ടിയുള്ളൂ. ആ മൂടിയുമായി ഞാൻ എൻ്റെ സഹോദരങ്ങളെ തിരക്കി നടക്കുകയാണ്. സഹോദരി, അന്ന് സോപ്പ് പെട്ടിയിലുണ്ടായ സോപ്പ് ഇത് എന്റെ